എന്ത് സ്റ്റോക്ക്? ഹലോ മൈ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ റിമോഡിന്റെ നോമ്പറായിട്ട്. റിമോഡി എന്താണെന്നുള്ള വേറെ പ്രത്യേക വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഞാനും റസൂൽ ഹാസി കൂടി നേരെ വണ്ടി എടുത്തിറങ്ങി 100 രൂപ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നേരെ ഹാസിന്റെ സാഹസികമായ ഡ്രൈവിംഗ് കണ്ടു. ഡ്രൈവിംഗിന്റെ ഇടയിൽ പോണ വെക്കുന്നത് നേരെ ഒരു വത്തം കണ്ട് വത്തക്കല്ല നോമ്പറല്ല. അപ്പോൾ നേരെ ജബുലാനി മൊത്തം ഒരു വത്തങ്ങി വണ്ടിയിൽ എടുത്തിട്ട് നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഫൈസൽക്കൻ എടുത്തു. ഇതാണ് ഫൈസൽ കേട്ടോ. ഫൈസൽക്കന്റെ ബീഫ് ബിരിയാണി എല്ലാ വീടും ഭയങ്കര ഫേമസ് ആണ്. ഈ ബീഫ് ബിരിയാണി ഇതാ പിന്നെ ഉറങ്ങി പോകും അതിന് നെയ്യുള്ള ബീഫ്. അപ്പോൾ അതെടുത്ത് നേരെ വണ്ടിക്ക് വെച്ചിട്ട് നേരെ ഓൺ ദ വേ റിട്ടേൺ നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഇതിൽ 2 ചെമ്പ് കണ്ടായിരുന്നു നെട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഒരു ചിക്കൻ ബിരിയാണിയാണ്, ഒരു ബീഫ് ബിരിയാണി. ചിക്കൻ ബിരിയാണി ആദ്യം ഓന്റെ വീട്ടിലേക്ക് പോകണം. പോകുന്ന സംഭവം ഇവിടെ ബീഫ് ബിരിയാണി കഴിക്കുക, അവിടെ പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള വെളിയിലാണ്. ഈ മൂട്ടിൽ തീട്ടായിരുന്നു ഞാൻ അങ്ങനെ പോകണം. കൈമുള്ള ചൂടോണ്ട് അടഞ്ഞ് വേറെ പറഞ്ഞിട്ടുണ്ടാക്കാൻ നിൽക്കില്ല. അതിനിടയിൽ പ്രൊഫഷണൽ ആയിട്ട് വത്തക്ക അങ്ങനെ വീട്ടിൽ 2 കഷ്ണമായിട്ട് റസൽ എടുത്തിട്ട് വാപ്പ പോയിട്ട്. അപ്പോൾ റസൽ പിന്നെ ഫുൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫുള്ള് കുത്തികൾക്ക് പരിപാടിയാണ്. ഇതാണ് പെങ്ങൾ മുന്നു. തലച്ചോറിൽ ബുദ്ധി ഇല്ലെങ്കിലും ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിന്റെ കാര്യം കോളായിട്ട് ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉൾപ്പിൽ അത് ഉണ്ടാക്കി തരും. ബാത്റൂമിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പുറകെ നോമ്പറൊക്കെ വരുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച് കൺഫേം ആക്കി കേട്ടോ. പിന്നെ എന്റെ കഥകളൊക്കെ അറിയണം. ഇതാണ് മുസ്തഫട്ടോ. നമ്മൾ നോമ്പറക്കായിട്ട് കോട്ടക്കുന്ന വണ്ടി വരും വന്നാട്ടോ. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതാണ് റെപ്പൻസൽ ഫ്ലൈ റൈഡർ അനാനും ഞങ്ങളെ സ്വന്തം സൽമാനും കേട്ടോ. എന്തായാലും കൊണ്ടുവരും വരുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും വലിയ സാധനം കൊണ്ടുവരുന്നത് വിചാരിച്ചില്ല. പിന്നെ കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനും നമ്മൾ എഡിറ്റേഴ്സിനോട് ആശയമുള്ളൂ. അതിന്റെ സൽമാനുണ്ട്. നമുക്ക് പിന്നെ അതിന്റെ ഒരു പേജാറില്ല കേട്ടോ. അപ്പോഴേക്കും നോമ്പറക്കായിട്ട് ടിക്കറ്റ് എടുത്ത് വന്ന് നമ്മളെ ഷായും ബൂഗിയും ഹയാത്തും എത്തിട്ടോ. വട്ടത്തെ മുറിച്ച് അണ്ടിപ്പരിപ്പും കയറ്റിയ കർത്തവ്യം കൊണ്ടിട്ട് കോള് വന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണിന്റെ മുകളിൽ ദൂരെ എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ആർക്കും ബോധം ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീരുമാനം. പിന്നെ ഫുഹാദും കിളിയും ചാവത്തില്ലാത്ത പരിപാടി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തില്ല കേട്ടോ. എല്ലാവർക്കും അറിയാം. അങ്ങനെ പിടുത്തമിട്ട് ചെമ്പ് അങ്ങോട്ട് പൊട്ടിച്ച് ഡ്രസ്സിൽ പോക്കറ്റിന് എഫക്ട് ഇടാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് അത് ഞാനിട്ടില്ല. ഷെയ്ക്കാണ് സാധനമാണ് ബിരിയാണി. അടിയിലാണ് ഇറച്ചില്ല എന്ന് പറയാം. വാപ്പൻ ചെയ്ത് ഒന്നോട് വേഗം പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാൻ നേരെ വാങ്ങിട്ട് അടിയത് മസാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്യുന്നത് വാപ്പന്റെ എക്സ്പീരിയൻസ് ഈ സാധനം സെറ്റ്. പിന്നെ ഇക്കാര്യത്തിൽ നമ്മളൊക്കെ കൊള്ളാമെന്ന് അറിയുന്നതുകൊണ്ട് വാപ്പ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വാപ്പന്റെ കമ്പനിയുടെ സാധനം ബാങ്ക് ഇപ്പൊ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ബൂക്കിൽ ചെയ്ത് വെള്ളം എടുത്ത് കുടിച്ചാൽ നോമ്പകട്ട് തുറന്നു. പിന്നെ 2 ചോദ്യം ബാങ്ക് കൊടുത്തു. നമ്മൾ നൈസായിട്ട് നോമ്പകട്ട് തുറന്നിട്ടു. ഈന്റെ അടുക്കപ്പോൾ കിളി തേപ്പിനെ പോകണ്ടാണ് തോന്നിപ്പോയിട്ട് അമ്മാതിരി ഫിനിഷിംഗിലാണ് ബിരിയാണി തട്ട് കിളി സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. പറഞ്ഞു തുടങ്ങിയപ്പോൾ തീറ്റും തുടങ്ങി പറഞ്ഞ് തീരുമ്പോൾ തീറ്റും കഴിഞ്ഞു. അമ്മാതിരി സ്പീഡിലാണ് മക്കളെ നമ്മളെ ചെക്കന്മാർ ബിരിയാണിനെ വന്നപ്പോൾ ബോധം പോയി കിടക്കുന്ന ഇവരൊക്കെ ഇടയിലേക്ക് ഞാൻ ഈ സാധനം വെച്ചപ്പോൾ ഫസീനൊക്കെ ബോധം അങ്ങോട്ട് പോയിട്ട് മക്കളെ. അങ്ങനെ ബോധം പോയി കിടക്കണം. നമ്മളെല്ലാവരും കൂടി ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞിട്ട് മക്കളെ. അപ്പൊ ബാക്കിയുള്ളൊക്കെ അടുത്ത് വിടും. ഓക്കെ ബൈ.